ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരണം. കാരണം ആ പ്രാർത്ഥന ഇന്ന് പലർക്കും ആവശ്യമാണ്. കിടക്കുന്ന പലർക്കും ആവശ്യമാണ്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് ആവശ്യമാണ്. നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സഭയുടെ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥനയാണ് അനേക വിഷയങ്ങൾക്ക് വിടുതലുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേക ജിബിയോടും നന്ദിയുണ്ട്. ഈ സന്ദർഭത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് ജിബി ഒരു 4-5 ദിവസം എൻ്റെ വൈഫിലൂടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ ബലമായിരുന്നു. കാരണം ആ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ അവിടെയുള്ള സഭയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഡോക്ടർമാർ പലതും പറഞ്ഞെങ്കിലും നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. രേഖകളെ ദൈവം തിരുത്തി, മെഡിക്കൽ സയൻസിനെ ദൈവം തിരുത്തി എന്നെ പുറത്തു കൊണ്ടുവന്നു. ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി ദൈവനിടയാക്കുന്നതിനായ എല്ലാ മാനവും മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ച ഒരു വാക്യം നിങ്ങളുമായി ഷെയർ ചെയ്ത് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാസ്പദമായി നമുക്ക് യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. നാം വായിച്ച വചനം നമുക്കൊരു സുപരിചിതമായ വചനമാണ്. ഇതിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കിയത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന കർത്താവ് നമ്മിൽ നിന്ന് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതിനാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. ഈ ലോകത്തിൽ നാം പല നിലയിലുള്ള സ്നേഹങ്ങൾ കാണും. എങ്കിൽ ആ സ്നേഹത്തിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ദീർഘക്ഷമയുള്ള ദൈവം, മഹാകരുണയുള്ള ദൈവം നമ്മെ തേടി വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിക്കാലം നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് മൗനമായി ഇരിക്കുവാനല്ല, അവൻ അർപ്പിക്കേണ്ട യാഗം അർപ്പിക്കാനാണ് നമ്മുടെ ഹൃദയം ഇന്ന് രാത്രികാലം നാം സമർപ്പിക്കേണ്ടത്. മറ്റൊരു വചനം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. ദൈവവചനം നാം എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്. മൗനമായി ഇരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ നടത്തിയ വിടങ്ങളെ ഒന്ന് ഓർക്കുമ്പോൾ ഇടപെടാതെ സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ അതിരത്തിൽ നിന്ന് വരണം. അത് നമ്മൾ ആരാധനാലയത്തിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിലും ആ സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമുക്ക് ദൈവം തരുന്ന ഓരോ സമയങ്ങളിലും അവന്റെ വഴികളെ ഓർക്കുമ്പോൾ ഇടപെടാതിരിക്കാൻ കഴിയത്തില്ല. ആ സ്നേഹം ഇന്ന് ഈ സ്നാനപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക് വേണ്ടി ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ സ്നേഹം രുചിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് അപ്പച്ചന് അർഹിച്ച മഹത്വം കൊടുക്കുവാൻ ഈ രാത്രികാലം അർപ്പിക്കുന്നു. ഞാൻ തിരുവചനത്തിലൂടെ 2 വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് അവർ ദൈവത്തെ സ്നേഹിച്ചത്. നാം അബ്രഹാമിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ 100-ാം വയസ്സിലാണ് അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നത്, അല്ലേ? തന്റെ 100-ാം വയസ്സിലാണ് ഇത് അരുളപ്പാടുണ്ടാകുന്നത്. 75-ാം വയസ്സിലാണ് ദൂതൻ ഒരു മകനെ നിനക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. എങ്കിലും ആ അബ്രഹാം 25 വർഷം കാത്തിരുന്ന ദൈവത്തിന്റെ ആ വിടുതൽ അനുഭവിക്കാൻ, അല്ലേ? നാം പലപ്പോഴും വാഗ്ദത്തങ്ങൾ കേട്ട് കഴിയുമ്പോൾ നാം കുറച്ച് പ്രാർത്ഥിക്കും, പിന്നെ നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള പല ചിന്തകൾ നമ്മൾ പോകും. എന്നാൽ അബ്രഹാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? അതിൽ ഉറച്ചു നിന്നു, പ്രാർത്ഥിച്ചു. 100-ാം വയസ്സിൽ ആ വിടുതൽ അനുഭവിക്കാനിടയായി. അതുകൊണ്ട് എന്ത് പറ്റി? അബ്രഹാമിനെ ദൈവം മാനിച്ചു. എന്നാൽ അബ്രഹാമിനെ ദൈവം മാനിച്ചെങ്കിലും അബ്രഹാമിന് ദൈവം ഒരു ടെസ്റ്റ് കൊടുത്തു. എന്താ? നമുക്കൊരു മകനെ മാത്രമാണ് കൊടുത്തത്, അല്ലേ? ആ മകനെ എങ്ങനെയാ വളർത്തിയത്? തലയിരിച്ച് എന്നാൽ വേദനിക്കും, നിലത്ത് വെച്ച ഉറുമ്പിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെ വളർത്തുന്നത്? എന്നാൽ അതുപോലെ ഒരു മകനെയാണ് ദൈവം, ഒരു ഏകജാതന മകനെ കൊടുത്തിട്ടാണ് ദൈവം ആ പരീക്ഷയിലേക്ക് കൊണ്ടുവന്നത്, അല്ലേ? എങ്കിലും തന്റെ വിശ്വാസത്തെ താൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു, അല്ലേ? തനിക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ദൈവം ഒന്ന് കരുതുമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉറച്ചു നിന്നത് കൊണ്ട് ആ
ആ പരീക്ഷ ജയിക്കാനിടയായി. ആ പരീക്ഷ ജയിച്ച അബ്രഹാം മോറിയ മലയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു വിടുതലോടെ കടന്നു വരുന്നത് അല്ലെ. തനിക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരി ലഭിക്കുന്നുണ്ട് അല്ലെ. അനുഗ്രഹങ്ങൾ എന്താ ലഭിച്ച? ആകാശത്തിലെ എന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം പോലെ അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് അല്ലെ. മറ്റൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ പ്രഭാതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നാം വായിച്ച വാക്യം നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ഹൃദയത്തോടും ആ ഒരു വചനം ഓരോ ദിവസവും നാം ഉച്ചരിച്ചാൽ നമ്മുടെ ജീവിതം ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാനിടയാണ്. കേട്ടോ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകുന്ന ഒരു ദൈവവേദനായിട്ടല്ല, വചനത്തിൽ ഉറച്ചു നിന്ന് വചനത്തെ ഉച്ചരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വചനങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ നാം ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. മറ്റൊരു വ്യക്തിയാണ് യോബ്. നമുക്കറിയാം, വായിക്കുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെ, ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ സോറിയാസിസ് പോലെ ആ രോഗത്തിന്റെ പ്രതിസന്ധിയിൽ അല്ലെ കൂടെ കടന്നു പോയപ്പോഴും തന്റെ ഭാര്യ പറഞ്ഞ എന്തുവാ? ഈ ദൈവത്തെ വിട്ടുകളയല്ല. എന്നാൽ താൻ ഉറച്ചു നിന്നതുകൊണ്ട് കർത്താവ് തന്നെ പിന്നീട് മാനിക്കുന്നത് കാണുവാനിടയായി. ഇന്ന് രാത്രികാലം ഇവിടെയുള്ള ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഇടയാകണം. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം മാത്രമല്ല, നമ്മുടെ തലമുറ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. അങ്ങനെ വരും നാളുകളിൽ 2026 വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടൊന്ന് ശോധന ചെയ്യുക. ദൈവസന്നിധിയിൽ നമുക്ക് കുറവുകളുണ്ടെങ്കിൽ നോക്കുക. നാം ദൈവവുമായുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുക. അവിടെ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.